നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം മണ്ണന്തലയിൽ സഹോദരനെ മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ട ഷഫീനയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ പുറത്തു വന്നതാണ്. വളരെ അതിക്രൂരമായി ഒരു സഹോദരനെ എങ്ങനെ ഒരു സഹോദരിയുടെ ഇത്തരത്തിൽ പെരുമാറാൻ കഴിയും എന്നൊക്കെ തരത്തിൽ നമുക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ കഴിയുമായിരുന്നു. കാരണം അത്രത്തോളം ക്രൂരമായിട്ടാണ് ആ പെൺകുട്ടിയെ സഹോദരൻ കൊലപ്പെടുത്തിയത്. 3 ദിവസത്തോളം ഈ ഷഫീന മർദ്ദനമേറ്റ് കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ വരുന്ന പുതിയ റിപ്പോർട്ടുകൾ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇത് വ്യക്തമായിരിക്കുന്നത്. ഒരു യുവാവുമായുള്ള ബന്ധത്തിന്റെ പേരിലാണ് സഹോദരൻ ഷംഷാദ് ഷഫീനെ കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 7 മണിയോടെയാണ് ഈ ഒരു ദാരുണ സംഭവം നടന്നത്. മർദ്ദനത്തിൽ ഷഫീനയുടെ തലയോട്ടി പൊട്ടി, ഇരുവശത്തെയും വാരിയലുകൾ തകർന്നു. വായും മൂക്കും പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചായിരുന്നു ഷംഷാദ് സഹോദരിയെ കൊലപ്പെടുത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം. യുവതിയുടെ ശരീരമാസകലം നഖം ഉപയോഗിച്ച് മാന്തിയതിന്റെ പാടുകളുണ്ട്. ശരീരത്തിൽ കടിയേറ്റതിന്റെയും പാടുകളുണ്ട്. ചവിട്ടേറ്റ് കൈകൾക്ക് ഒടിവുണ്ട്. ശരീരമാസകലും ഇടിയും അടിയും ഏറ്റതിന്റെയും പാടുകളുമുണ്ട്. പലതവണ മർദ്ദനവും പിടിവലിയും നടന്നതായും പോസ്റ്റ്മോർട്ടത്തിൽ സൂചനകളുണ്ട്. മലപ്പുറം സ്വദേശിയായ ഒരു യുവാവുമായുള്ള സഹോദരിയുടെ ബന്ധമാണ് ഈ കൊലപാതകത്തിന് കാരണമായി എന്നാണ് ഈ ഷംഷാദ് പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. സംഭവ ദിവസം അപ്പാർട്ട്മെന്റിൽ യുവാവുമായി സഹോദരി വീഡിയോ കോൾ ചെയ്യുന്നത് ഷംഷാദ് കണ്ടു. ഇത് പെട്ടെന്നുള്ള പ്രകോപനത്തിന് കാരണമായി. ചെമ്പഴന്തി അണിയൂരിലെ ഒരു കേസിലെ പ്രതിയായ ഷംഷാദ് പോലീസിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയാണ് മണ്ണന്തല ഇസാഫ് ബാങ്കിന് സമീപത്തെ സ്വകാര്യ അപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുത്ത് ഒളിവിൽ കഴിഞ്ഞത്. 2 കുട്ടികളുടെ മാതാവായ ഷഫീന ഭർത്താവുമായി പിണങ്ങി മാസങ്ങൾക്ക് മുൻപാണ് ഈ വീട്ടിലേക്ക് എത്തിയത്. സഹോദരിയുടെ കുടുംബ പ്രശ്നത്തിന് കാരണം മറ്റൊരു യുവാവുമായുള്ള ചാറ്റിങ്ങും വീഡിയോ കോളുകളുമാണെന്ന സംശയം നേരത്തെ തന്നെ ഈ ഷംഷാദിനുണ്ടായിരുന്നു. കൂടാതെ ഷംഷാദ് ഇവിടേക്ക് ഈ സഹോദരിയെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തിച്ചത് പോലും ഇത്തരത്തിൽ പോലീസിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയായിരുന്നു. ഈ സമയത്ത് സഹോദരി ഇയാൾക്കൊപ്പം പോയില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും വീട്ടിലേക്ക് മടങ്ങിയെത്തിയാൽ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് ഇരയാകുമെന്ന് ഈ സഹോദരി ഭയപ്പെടുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് മാതാപിതാക്കൾ വീട്ടിലേക്ക് മടങ്ങിയപ്പോഴും സഹോദരി ഇയാൾക്കൊപ്പം തുടർന്നത്. സംഭവ ദിവസവും ഈ വീഡിയോ കോളിന് ചൊല്ലി ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. തുടർന്നുണ്ടായ കയ്യാങ്കളിയാണ് ഈ കൊലപാതകത്തിൽ കലാശിച്ചത്. ഷഫീനയെ മർദ്ദിച്ചതറിഞ്ഞ് പെരുമാതുറയിലെ വീട്ടിൽ നിന്ന് മാതാപിതാക്കൾ മണ്ണന്തലെ അപ്പാർട്ട്മെന്റിൽ എത്തിയപ്പോൾ ഷഫീന അബോധാവസ്ഥയിൽ കട്ടിലിനടിയിൽ കിടക്കുന്നതാണ് കണ്ടത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ച മാതാപിതാക്കളെ ഷംഷാദ് ഭീഷണിപ്പെടുത്തി. ഈ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തി ഷഫീനയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. പക്ഷേ അപ്പോഴേക്കും ജീവൻ നഷ്ടമായിരുന്നു. പോലീസ് എത്തുമ്പോൾ അടുത്ത മുറിയിൽ ഈ ഷംഷാദും സുഹൃത്ത് ചെമ്പഴന്തി സ്വദേശിയായ വിശാഖും ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. കൂടാതെ ഇരുവരും മദ്യലഹരിയിലായിരുന്നു. ഈ മൃതദേഹത്തിന് കാവലിരിക്കുന്ന ഒരു അവസ്ഥ പോലും ഉണ്ടായി. തുടർന്നാണ് ഇവരെ കസ്റ്റഡിയിലേക്ക് എടുത്തത്. കൊല്ലണമെന്ന ലക്ഷ്യത്തോടെ തന്നെയായിരുന്നു വിശാഖിനെയും ഒപ്പം കൂട്ടിയതെന്നാണ് പോലീസ് പറയുന്നത്. പ്രതികളെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. സംഭവത്തിൽ ആൺ സുഹൃത്തുമായുള്ള സൗഹൃദം മാത്രമല്ല, ഷഫീനയുടെ സ്വത്തുക്കളിലും ഇയാൾ കണ്ണുവച്ചിരുന്നു എന്നാണ് സംശയമുയർന്നത്. സ്വാഭാവികമായും ഭർത്താവുമായി വേർപിരിഞ്ഞെത്തിയ സഹോദരി ഇനി ആ വീട്ടിലൊരു സ്ഥാനം പിടിക്കുമോ എന്നുള്ളൊരു ആശങ്കയും ഇയാൾക്കുണ്ടായിരുന്നു. തിരുവനന്തപുരം മണ്ണന്തലയിൽ കൊല്ലപ്പെട്ട ഷഹീനയോട് സഹോദരൻ ഷംഷാദ് പെരുമാറിയത് ഒരു സൈക്കോയെ പോലെ തന്നെയായിരുന്നു. സ്വന്തം സഹോദരനും സുഹൃത്തും കൂടെ ചേർന്നിട്ടാണ് ആ ഒരു യുവതിയെ ആ മുറിക്കുള്ളിലിട്ട് 3 ദിവസത്തോളം ക്രൂരമായി മർദ്ദിച്ചത്. സഹോദരിയുമായി ഉണ്ടായ തർക്കമാണ് ഈ കൊലപാതകത്തിൽ എത്തിയത്. കൊല്ലപ്പെട്ടതിനു ശേഷവും ഇരുവരും അവിടെ ഇരുന്ന് മദ്യപിച്ചു. രാത്രിയോടെ മൃതദേഹം മറവു ചെയ്യാനായിരുന്നു ഇരുവരുടെയും പ്ലാൻ. ഭർത്താവുമായി അകന്നു കഴിയുന്ന ഷഫീനയും മലപ്പുറം സ്വദേശിയായ യുവാവും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ടെന്നാണ് ഈ ഷംഷാദ് സംശയിച്ചിരുന്നത്. ഇരുവരുടെയും സൗഹൃദം ഷംഷാദ് ചോദ്യം ചെയ്യുകയും ഷഹീനയെ പറഞ്ഞു വിലക്കുകയും ചെയ്തിരുന്നു. സംഭവ ദിവസമാണ് ഈ ഷഹീന ആൺസുഹൃത്തുമായി വീഡിയോ കോളിൽ സംസാരിച്ചത്. പോലീസ് പറയുന്നതനുസരിച്ച് ഷഹീന ആരെയോ വീഡിയോ കോൾ ചെയ്യുന്നത് കൊണ്ടാണ് ഷഹീനയുടെ കുടുംബജീവിതം തകർന്നതെന്ന് ഷംഷാദ് വിശ്വസിച്ചു. തന്റെ വിലക്ക് മറികടന്ന് വീണ്ടും വീഡിയോ കോൾ ചെയ്തതുകൊണ്ട് സഹോദരിയെ കൈകൊണ്ട് മർദ്ദിച്ച് അവശയാക്കി. അച്ഛനും അമ്മയും ചേർന്ന് സഹോദരിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചത് പ്രതി തടയുകയും ചെയ്തു. ഷംഷാദും സുഹൃത്ത് വിശാഖും കവർച്ച, അടിപിടിയും അടക്കം ഒട്ടേറെ ക്രിമിനൽ കേസുകളിലെ പ്രതികളെന്നാണ് പോലീസ് പറയുന്നത്. ഷംഷാദിന് തന്നെ 9 കേസുകളും വിശാഖിന് 6ഓളം കേസുകളും നിലവിലുണ്ട്. വിശാഖ് ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധമുള്ളയാളാണെന്നും പോലീസ് പറയുന്നുണ്ട്. കഴക്കൂട്ടം പോലീസിന്റെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ് വിശാഖ്. വെഞ്ഞാറമൂട്, പോത്തുംകൂട്, വട്ടപ്പാറ സ്റ്റേഷനുകളിലാണ് ഷംഷാദിനെതിരായ കേസുകളുള്ളത്. രക്ഷിതാക്കളെ അടക്കം ഇയാൾ നിരന്തരം മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്നും 2 ആഴ്ച മുമ്പ് മാതാവിനെ ക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചിരുന്നതായും പോലീസ് പറഞ്ഞു. ചെമ്പഴന്തി അണിയൂരിൽ വെച്ചുണ്ടായ അടിപിടി കേസിൽ ഉൾപ്പെട്ട ഷംഷാദ് ഒളിവിൽ കഴിയുവാനായാണ് താമസം മാറിയത്. സംശയം തോന്നാതിരിക്കുവാൻ ചികിത്സയുടെ ആവശ്യത്തിനായി സഹോദരിയെയും ഒപ്പം കൂട്ടി എന്ന് പറഞ്ഞു പരത്തി.
ഇവിടെ വെച്ച് ഷഫീന വീഡിയോ കോൾ ചെയ്യുന്നത് കണ്ടാണ് പ്രകോപന കാരണമെന്നാണ് ഷംഷാദ് മൊഴി നൽകിയിട്ടുള്ളത്. സഹോദരിയുടെ കുടുംബജീവിതം താറുമാറായത് ഈ വീഡിയോ കോൾ മൂലമാണെന്ന് ഇയാൾ വിശ്വസിച്ചിരുന്നത്. മദ്യപിച്ചെത്തിയ ഷംഷാദ് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ തന്നെ സഹോദരി അസഭ്യം വിളിച്ച് മർദ്ദിക്കുകയായിരുന്നു. ഷഹീനയുടെ വാരിയിലെ ചവിട്ടി പൊട്ടിച്ചു, കൈത്തണ്ടകൾ ചവിട്ടി ഒടിച്ചു. കൂടാതെ യുവതിയുടെ തുടയിൽ നിന്ന് മാംസം കടിച്ചു എടുത്തതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ഈ രണ്ടാം പ്രതിയായ ചെമ്പ്രത്തി സ്വദേശി വിശാഖിന്റെ അറിവോടെ തന്നെയാണ് ഈ കൊലപാതകം നടന്നതെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഷഹീനയുടെ മൃതദേഹം പിന്നീട് വെട്ടിനുറുക്കി ഉപേക്ഷിക്കാനും പദ്ധതിയിട്ടിരുന്നു. ഉച്ചയ്ക്ക് കൊലപാതകം നടന്നുവെങ്കിൽ വൈകിട്ട് മാതാപിതാക്കൾ വരുമ്പോൾ മാത്രമായിരുന്നു ഈ ഒരു സംഭവം പുറംലോകം അറിഞ്ഞത്. ഷംഷാദും വൈശാഖുമാവട്ടെ മദ്യലഹരിയിൽ തൊട്ടടുത്ത മുറിയിലും. സമീപ പ്രദേശത്തെ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചു വരികയാണ്. എല്ലാവരുടെയും ഫോൺ വിവരങ്ങളും ശേഖരിച്ചു വരുന്നു. CCTV ദൃശ്യ പരിശോധനയിൽ വൈശാഖ് വന്ന സമയം ഉറപ്പിക്കുവാനായാണ് ശ്രമം നടക്കുന്നത്. 6 മാസമായി ഭർത്താവുമായി അകന്നു താമസിക്കുകയായിരുന്നു ഷഹീന. ശാസ്താംകോട്ടെ സ്വദേശിയാണ് ഭർത്താവ്. മക്കളും ഇയാൾക്കൊപ്പം തന്നെയാണ് താമസം. ഷഫീനയെ മർദ്ദിച്ചത് അറിഞ്ഞ ഈ അപ്പാർട്ട്മെന്റിലേക്ക് എത്തിയ മാതാപിതാക്കളെ ഇയാൾ തടയുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. കൂടാതെ ഈ മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. വിവരം അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് ഇവിടേക്ക് എത്തിയത്. അപ്പാർട്ട്മെന്റിൽ പോലീസ് എത്തുമ്പോൾ മൃതദേഹത്തിന് കാവലിരിക്കുന്ന ഷംസാദിനെയും സുഹൃത്ത് വിശാഖിനെയുമാണ് കണ്ടത്. യുവതിയുടെ മൃതദേഹം സ്ഥലത്തുനിന്ന് മാറ്റാനും ഷംഷാദ് ആദ്യം തയ്യാറായില്ല. പിന്നീടാണ് മൃതദേഹം മാറ്റിയത്. സഹോദരിയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹത്തിന് കാവലിരിക്കുന്ന ഇരുവരുടെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. മണ്ണന്തല മുക്കോല ഷഹീനയുടെ കൊലപാതകത്തിൽ നടന്നത് വൻ ഗൂഢാലോചന തന്നെയെന്നാണ് പുറത്തു വരുന്നത്. സഹോദരൻ ഷംഷാദിന്റെ മദ്യപാനം ചോദ്യം ചെയ്തതാണ് ഷഹീന കൊല്ലപ്പെടുവാൻ കാരണമെന്ന വാദം പോലീസ് ഇപ്പോഴത്തെ മൊഴികളുടെ അടിസ്ഥാനത്തിലൊക്കെ തള്ളുകയാണ്. ഷഹീനയും ഷംഷാദും തമ്മിൽ വഴക്കുണ്ടായത് രാവിലെയാണെന്നും സുഹൃത്ത് വൈശാഖ് അപ്പാർട്ട്മെന്റിലെത്തിയത് ഉച്ചയ്ക്കാണെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇത് ഉറപ്പിക്കാനായി പോലീസിന് ഇവരുടെ മൊഴിയെടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. കാരണം ഇരുവരും പരസ്പര വിരുദ്ധമായ മൊഴികളാണ് പലപ്പോഴായി നൽകി വരുന്നത്. ഈ കേസിനെ വഴിതെറ്റിക്കാനുള്ള ഒരു ശ്രമമാണോ എന്നാണ് പോലീസ് സംശയിക്കുന്നത്. പോത്തുംകോടാണ് ഷഹീനയുടെ വീട്. മണ്ണന്തലയിൽ വാടക ഹോംസ്റ്റേയിൽ താമസിക്കുകയായിരുന്നു ഇവർ. കാരണം ഇരുവരും സഹോദരങ്ങളായതുകൊണ്ട് തന്നെ ഇവരുടെ ആധാർ കാർഡ് മാത്രമാണ് അവിടെ ഉടമയ്ക്ക് നൽകിയിരുന്നത്. തുടർന്ന് മറ്റൊരിടത്തേക്ക് മുറി കിട്ടുന്നില്ല, ഇവിടെ കുറച്ച് ദിവസം കൂടെ നീട്ടിത്തരണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് സഹോദരങ്ങളായതുകൊണ്ട് തന്നെ ഇവർക്ക് ഇത് അനുവദിക്കുകയായിരുന്നു. ഷംഷാദ് റൂം എടുത്തത് തന്നെ ഒളിവിൽ കഴിയാമെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. പോലീസിനെ ഭയന്ന് ഇയാൾ മണ്ണന്തലയിൽ റൂം എടുക്കുകയായിരുന്നു. സഹോദരി മുറിയിൽ എത്തിച്ചത് ചികിത്സയ്ക്ക് വേണ്ടിയാണെന്ന് കള്ളക്കഥ മെനയാനും എന്ന് പോലീസ് കണ്ടെത്തി. ഷംഷാദിനെതിരെ മറ്റ് അടിപിടി കേസുകളുണ്ടെന്നും പോലീസ് പറയുന്നുണ്ട്. കൊടും കുറ്റവാളിയാണ് ഇയാൾ. ഷഹീനയെ കൊലപ്പെടുത്തിയ ശേഷം മാതാപിതാക്കളെ ഷംഷാദ് തന്നെ വിളിച്ചു പറഞ്ഞെന്നും സൂചനയുണ്ട്. രക്തത്തിൽ കുളിച്ചു കിടന്ന മകളെ കണ്ട് പരിഭ്രാന്തരായ മാതാപിതാക്കളെ വീട്ടിൽ കയറ്റുവാൻ ഷംഷാദ് അനുവദിച്ചില്ല. ഇരുവരുടെ ഫോൺ ഇയാൾ പിടിച്ചു വാങ്ങി. തുടർന്ന് പുറത്തേക്കോടി സമീപവാസികളെ അറിയിച്ച ശേഷം അവരിൽ നിന്ന് ഫോൺ വാങ്ങി ആദ്യം ആംബുലൻസ് വിളിക്കുകയായിരുന്നു. പിന്നീട് പോലീസിനെയും വിവരം അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ ഷഹീനയ്ക്ക് ജീവൻ ഉണ്ടായിരുന്നില്ല. മദ്യലഹരിയിലായിരുന്ന ഷംഷാദിനെയും വൈശാഖിനെയും ഉടൻ പോലീസ് പിടികൂടുകയായിരുന്നു. മണ്ണന്തല അത്രക്കാട്ടിൽ എൻക്ലേവ് അപ്പാർട്ട്മെന്റിലാണ് കൊലപാതകം നടന്നത്. സഹോദരിയുടെ സൗഹൃദം ഷംഷാദ് ചോദ്യം ചെയ്തതിനെ തുടർന്നുള്ള തർക്കമാണ് ഈ കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.